വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി അകത്തുനിന്ന് ഓടി പോണ് കണ്ടു. അപ്പോൾ മകനോട് പറഞ്ഞു കുട്ടീനെ പിടിക്ക് പറഞ്ഞു. അപ്പോൾ അവൻ കുട്ടീനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. മഞ്ഞ ചെറിയ ഷർട്ടും ട്രൗസറും ഇട്ടിട്ട് കുട്ടി ഓടിപ്പോയി. ഞങ്ങൾ അധികനൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അവൻ പറഞ്ഞു അമ്മ എന്നെ അടുക്കളയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കുക പറഞ്ഞു. ഞാൻ പുറത്ത് റോട്ടിൽ നിന്നിട്ട് വിളിച്ച് നോക്കുമ്പോൾ അവിടെ ഒക്കത്തിരിക്കുന്നു. പക്ഷേ മുന്നിൽ കൂടെ ഓടിപ്പോയി അവൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചതാണ് ഭഗവാൻ. അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ചെന്ന് വർത്താനം പറയുമ്പോഴേക്കും അവൻ കുഴഞ്ഞ് എൻ്റെ നെഞ്ഞത്തേക്ക് ഇങ്ങോട്ട് വീണു. എല്ലാം കൊണ്ടും കൃഷ്ണനൊപ്പമുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസം. ഞങ്ങൾ മാസത്തിലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരും. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെന്ന് ഒരാൾ വന്ന് ഉയരത്തിലുണ്ട്, നല്ല മുണ്ടും വേഷ്ടി പുതച്ചിട്ട് പിന്നിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ദർശനത്തിന് കയറണമെന്ന് ചോദിച്ചു. അയ്യോ മോനെ, ഭയങ്കര തിരക്കല്ലേ, ഞാൻ എങ്ങനെ കയറാനാ? അമ്മ പേടിക്കണ്ട, ഞാൻ കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ തൊഴാൻ അങ്ങോട്ട് കയറ്റി. പിന്നെ മകൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ തലതിരിഞ്ഞ് വീണിട്ട് ഒരു ആസ്പത്രി പോകാൻ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ നിൽക്കുമ്പോൾ പിന്നെ വണ്ടിയുടെ അടുത്ത് പോയി നിന്നപ്പോൾ പിന്നെ ഞാൻ ഉമ്മർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അനിയത്തി കുട്ടീനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി അകത്തുനിന്ന് ഓടി പോണ് കണ്ടു. അപ്പോൾ മകനോട് പറഞ്ഞു കുട്ടീനെ പിടിക്ക് പറഞ്ഞു. അപ്പോൾ അവൻ കുട്ടീനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. മഞ്ഞ ചെറിയ ഷർട്ടും ട്രൗസറും ഇട്ടിട്ട് കുട്ടി ഓടിപ്പോയി. ഞങ്ങൾ അധികനൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അവൻ പറഞ്ഞു അമ്മ എന്നെ അടുക്കളയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കുക പറഞ്ഞു. ഞാൻ പുറത്ത് റോട്ടിൽ നിന്നിട്ട് വിളിച്ച് നോക്കുമ്പോൾ അവിടെ ഒക്കത്തിരിക്കുന്നു. പക്ഷേ മുന്നിൽ കൂടെ ഓടിപ്പോയി അവൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചതാണ് ഭഗവാൻ. അവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ചെന്ന് വർത്താനം പറയുമ്പോഴേക്കും അവൻ കുഴഞ്ഞ് എൻ്റെ നെഞ്ഞത്തേക്ക് ഇങ്ങോട്ട് വീണു. എൻ്റെ വലിയ മകൻ ഓടി വന്ന് കാലും മുന്നിൽ വെച്ച് കൊടുത്തിട്ട് അവനെ വേഗം ആസ്പത്രി കൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ എന്നെ അവിടേക്ക് എത്തിച്ച് നല്ലൊരു അനുഭവം നമുക്ക് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട് ഭഗവാൻ. കാവലായിട്ടുണ്ട്. എന്തൊരു കാര്യത്തിന് നമുക്ക് വിശ്വാസം. അതെ, അതേപോലെ ഞങ്ങളുടെ അനിയത്തിൻ്റെ ഓപ്പറേഷന് ഒപ്പം നിന്ന് സഹായിച്ചിട്ടുള്ള ഭഗവാനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ എത്തിക്ക് വരും. എവിടെയാ സ്ഥലം? എവിടെയാ എന്നെ കൊണ്ടുപോയിരിക്കുന്നു? മനുശ്ശേരി. ഞങ്ങൾ ചെറുതെത്തി ഞങ്ങളുടെ വീട്, ജനിച്ച വീട് അവിടെ നിന്നാണ് വരുന്നത്. ഒരുപാട് സന്തോഷം. സന്തോഷം അനുഭവം ഞങ്ങൾക്കും കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. എപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. ശരി. എല്ലാം കൊണ്ട് അനുഭവമാണ്. അതെ, എന്തെങ്കിലും നമ്മളൊരു ആഗ്രഹിച്ച കാര്യം എന്തെങ്കിലും എല്ലാം നടന്നു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മിഷീനും കൊയ്ത്ത് മിഷീനും ടാറ്റുമൊക്കെ ഉള്ളതാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും കൃഷ്ണനൊപ്പമുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസം. ഞങ്ങൾ മാസത്തിലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരും. കാണാൻ പറ്റാറുണ്ട്? പറ്റാറുണ്ട്. തൊഴുതിറങ്ങുമ്പോ എന്താ തോന്നാറ്? തൊഴുതിറങ്ങുമ്പോ പോകുമ്പോ സങ്കടം തോന്നും, കേറുമ്പോ സന്തോഷം തോന്നും. അവിടുന്ന് വരാൻ തോന്നും സന്തോഷം കാണുമ്പോ. വീണ്ടും വരാനുള്ള വീണ്ടും തൊഴാൻ പറ്റുന്ന ഒരു അമ്പലം നമ്മുടെ ഗുരുവായൂർ അമ്പലമല്ലേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വന്ന് ഇറങ്ങിയാലും കുറെ കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി കയറി തൊഴണം പറഞ്ഞാൽ ഇവിടെ തന്നെ പറ്റൂ. വേറെ ഒരു അമ്പലത്തിലും വലിയ അമ്പലങ്ങളിൽ പറ്റില്ലല്ലോ. അതാണ് എന്തിനും കൃഷ്ണ ഉറങ്ങുമ്പോഴും കൃഷ്ണ, എന്തിനും കൃഷ്ണ വരും. ഭഗവാന്മാരും ഭഗവതികളും വരും. പക്ഷെ മുമ്പത്ത് ഒരു ഇഷ്ടം കൂടുതൽ ഭഗവാനോടാണ്. എങ്ങനെ കാണാനാ ഭഗവാൻ ഇഷ്ടം? ഭഗവാനെ എങ്ങനെ കണ്ടാലും സന്തോഷമാണ്. എന്നാലും ഉണ്ണിക്കണ്ണനായിട്ടാണോ അതോ മഹാവിഷ്ണു രൂപത്തില് ഇങ്ങനെ കൂടുതൽ അടുപ്പം? അങ്ങനൊന്നും പറയില്ല. എങ്ങനെ കാണാനും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയാവട്ടെ. എൻ്റെ മോള് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇവിടെ ഇതുണ്ടല്ലോ, ഇങ്ങനെ കൂട്ടായ്മയുടെ അതിലുണ്ട്. എല്ലാ ദിവസത്തെ അവളുടെ പിന്നെ അവതാരം ഫോണിലേക്ക് ഇങ്ങനെ വരും. എൻ്റെ മൂത്ത മകള് ദീപിക എന്ന പേര്. അതെല്ലേ. അപ്പൊ നമ്മുടെ പേജ് നോക്കിയാൽ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്നാണ് ഇതിന്റെ പേര്. യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതില് വരുന്നുണ്ടല്ലോ. പിന്നെ മേൽശാന്തിയുടെ അടുത്ത് കണ്ണൻ അത് എപ്പോഴും ഇരുന്ന് അത് കേട്ടുകൊണ്ടിരിക്കില്ല. വീഡിയോസ് അനുഭവങ്ങൾ ഇതുപോലെ അമ്മയുടെ അനുഭവം വരും. എന്തായാലും ചാനലിലുണ്ടാവും. ശരി. ഒരു ദിവസം തൊഴാൻ വേണ്ടിയിട്ട് ഭഗവാനെ നല്ലോണം വിളിച്ചു കടന്ന് കാണാൻ വേണ്ടി. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെന്ന് ഒരാൾ വന്ന് ഉയരത്തിലുണ്ട്, നല്ല മുണ്ടും വേഷ്ടി പുതച്ചിട്ട് പിന്നിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആളെ ഞാൻ അറിയില്ല. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ആളെ എനിക്ക് അറിയില്ല. അമ്മയ്ക്ക് ദർശനത്തിന് കയറണമെന്ന് ചോദിച്ചു. അയ്യോ മോനെ,
ഭയങ്കര തിരക്കല്ലേ, ഞാൻ എങ്ങനെ കയറാനാ? അമ്മ പേടിക്കണ്ട, ഞാൻ കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ തൊഴാൻ അങ്ങോട്ട് കയറ്റി. തൊഴുത് വന്ന് ഞാൻ ആളോടൊന്ന് പറയാം വിചാരിച്ചു നോക്കുന്നു. നാളെ കാണാൻ പിന്നെ കാണാനില്ല. നല്ല അനുഭവം. അതല്ലേ, അതൊരു വലിയൊരു അനുഭവമാണ്. ഭഗവാൻ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നും കിടക്കുമ്പോൾ, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒരു ഉണ്ണി എൻ്റെ അടുത്തുണ്ടാവും. ഉണ്ടാവും. അമ്മ ഒറ്റയ്ക്കാണോ താമസിക്കണേ? അമ്മ ചില ദിവസമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു ഉണ്ണി എൻ്റെ അടുത്തുണ്ടാവും. ഉണ്ടാവും. ഉണ്ണിക്കണ്ണനായിരിക്കും. ഞാൻ ഭഗവാനെ നല്ല വിചാരിച്ചിട്ട് ഇറങ്ങാം, കാണും. എപ്പോഴും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കും. കൂടെ ഉണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ടാവട്ടെ, ആ ഒരു ധൈര്യം. ആര് ചോദിച്ചാലും ഞാൻ പറയും ഒറ്റയ്ക്കാ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ കൂടെ ഭഗവാൻ. ഭഗവാനുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അതിവിടെ വെച്ച് കേൾക്കാൻ പറ്റിയാൽ ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ സന്തോഷം. ഒരു ദിവസം തൊഴാൻ കയറിയപ്പോൾ സാറിനോട് ചോദിച്ചു, ഞാനിവിടെ നിന്നിട്ട് ആ വെലിക്കല്ലിൻ്റെ അവിടെ നിന്നിട്ടൊന്ന് തൊഴട്ടെ ചോദിച്ചു. അപ്പോൾ വേറെ ഒടുവ് തൊഴാൻ കുറേ വേസ്റ്റ് എന്നൊക്കെ ഇട്ടിട്ടുള്ള വലിയ ആൾക്കാർ. അപ്പോൾ അമ്മ കടന്നോളൂ, അമ്മ കയറി തൊഴുതോളൂ. അങ്ങനെ പല അനുഭവം എനിക്ക് ഭഗവാനെ തൊഴാം. ബുദ്ധിമുട്ടില്ലാതെ ഭഗവാനെ കാണാൻ. ഇന്നും ഞാനൊന്ന് വൈശാഖല്ലേ, ഒരു ദിവസമെങ്കിലും ഒന്ന് കാണണം ചേട്ടൻ ഇറങ്ങി കാണും. കണ്ടു, സന്തോഷമായിട്ടില്ല. കയറിയിട്ടില്ല, കയറ്റും എന്നെ എവിടെയെങ്കിലും കാണാൻ പറ്റട്ടെ. വൈശാഖ മാസമല്ലേ, ഭഗവാനെ കാണാൻ അതുപോലെ പറ്റട്ടെ. ഇതിൻ്റെ അന്ന് കുചേലദിനത്തിൻ്റെ അന്ന് അവിലും കൈ പിടിച്ചു നിൽക്കും. അപ്പം എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് ഇതൊന്ന് കൊണ്ടുവയ്ക്കണം ഭഗവാന്റെ തൃപ്തി. അതും എനിക്ക് സാധിച്ചു. നടക്കട്ടെ. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം. ഉണ്ടാവും. ശരി അമ്മ. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.